എന്റെ മോന് സിംഗപ്പൂരിൽ കിട്ടിയ ജോലിയില്ലേ, അത് പെർമനന്റ് ആയി. സമയദോഷമാ ചേട്ടാ, അവന് വേറെ നല്ല എന്തോ കിട്ടാനുണ്ട്. അല്ല, എപ്പോഴാ അവൻ മടങ്ങുന്നേ? എടോ ശശി മണ്ടൻകുണാപ്പി, അവൻ പെർമനന്റ് ആയി എന്ന് വെച്ചാ അവന്റെ ജോലി സ്ഥിരമായി എന്നർത്ഥം. ഓഹോ, പെർമനന്റിന് അങ്ങനെ ഒരു അർത്ഥം ഉണ്ടല്ലേ? അല്ല, എന്താ ജോലി? അവൻ അവിടെ വലിയൊരു MNCയിലെ CEO യാ. മനസ്സിലായില്ല. ഓ എന്റെ ശശി, നിനക്കൊരു പിണ്ണാക്കും അറിയില്ലല്ലോ. വെറുതെ അല്ല ടിൻഡു ഇങ്ങനെയായത്. ഞാൻ എന്ത് ചെയ്യാനാ റപ്പായി ചേട്ടാ? ചേട്ടാ മനസ്സിലാകുന്ന ഭാഷ പറ. അവിടെ ഒരു ബഡാ കമ്പനിയിലെ ബഡാ ജോലിയാ. ഇപ്പൊ മനസ്സിലായോ? ഓ, ഇപ്പൊ മനസ്സിലായി. അല്ല, ചെലവൊന്നുമില്ലേ? പിന്നെ അവനവിടെ നല്ല ശമ്പളമല്ലേ, 1.5 ലക്ഷം രൂപ വരും. പക്ഷെ മിച്ചം ഒന്നും വെക്കാൻ പറ്റില്ലെന്ന് അവൻ പറയുന്നേ. അത്രയ്ക്കുണ്ട് ചെലവുകളെ. അവന്റെ ചെലവല്ല, മകന് ജോലി കിട്ടിയതിന് ട്രീറ്റ് ഒന്നും ഇല്ലേന്ന്. ചെലവൊക്കെ തരാം. പറ, എങ്ങോട്ടാ പോണ്ടേ? നമുക്ക് താജി പോവാം. താജ് താങ്ങത്തില്ല, വേറെ പറ. എന്നാ പിന്നെ പാരഗൺ ഹോട്ടലിൽ പോയാലോ? പാരഗൺ പാരയാവാൻ ചാൻസ് ഉണ്ട്, അത് വേണ്ട, വേറെ പറ. എന്നാ ചേട്ടൻ തന്നെ പറ. നമ്മുടെ ജംഗ്ഷനിലെ ഡിസ്കോ ഹോട്ടലിൽ പോയാ പോരെ? ആ, ഡിസ്കോ എങ്കിൽ ഡിസ്കോ. നമുക്കൊരു 7 മണിക്ക് പോകാം. ടിൻഡുവിനെയും കൂടെ കൂട്ടാം. ദൈവമേ, പണി വാളിയോ? എനിക്ക് ചിക്കൻ ബിരിയാണി മതി കേട്ടോ. എനിക്കും ടിൻഡുവിനും ഫ്രൈഡ് റൈസ് മതി. പിന്നെ ഫിഷ് ഫ്രൈ നിർബന്ധമാ. ഓ, വലുത് ആദ്യം തന്നെ അങ്ങ് എടുത്തു അല്ലേ? എന്ത് മര്യാദയാടാ ഇത്? ഞാനാണെങ്കിൽ ആദ്യം ചെറുതേ എടുക്കൂ, വലുത് നീ എടുത്തോട്ടെ എന്ന് കരുതും. അത് തന്നെയല്ലേ ഞാനും എടുത്തിരിക്കുന്നത്, പിന്നെ പ്രശ്നമില്ലല്ലോ.